ചിൽഡ്രൻ, നമുക്കടുത്തത് എക്സസൈസ് 8.3-ത്തെ 5th ക്വസ്റ്റ്യൻ ചെയ്യാം. 5th ക്വസ്റ്റ്യൻ എന്താണ്? വാസുദേവൻ ഇൻവെസ്റ്റഡ് ₹60,000 അറ്റ് ആൻ ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് 12% per annum compounded half yearly. What amount would he get after 6 months after 1 year? എന്താണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്? വാസുദേവൻ ഇൻവെസ്റ്റ് ചെയ്യണത് 60,000 റുപ്പീസ് ഇൻവെസ്റ്റ് ചെയ്യണം. എത്ര പെർസെൻറ്റേജ് ഇൻട്രസ്റ്റിലാണ്? ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാ? 12% per annum. 12% per annum എന്ന് പറഞ്ഞാൽ ഒരു ഇയറിലാണത്. പെർ ആനം എന്ന് പറഞ്ഞാൽ 12% ആനുവലി കൊടുക്കുന്ന പെർ ആനമാണ് 12%. പക്ഷേ ഇവിടെ ഹാഫ് ഇയർലി ആയിട്ടാണ് ഇൻട്രസ്റ്റ് കണക്കാക്കുന്നത്. കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി. അപ്പോൾ ഹാഫ് ഇയർലി ആകുമ്പോൾ നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ പകുതി വേണം 6 എടുക്കാൻ. 12% പെർ ആനം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഹാഫ് ഇയർലി കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി ആയതുകൊണ്ട് 6 എന്ന് പറയുന്നത് 12/2 6 നിൽക്കണം. പിന്നെ ചോദിച്ചിട്ടുള്ളത് വാട്ട് എമൗണ്ട് ഹി ഗെറ്റ് ആഫ്റ്റർ 6 months. 6 months കഴിഞ്ഞാൽ എത്ര രൂപ കിട്ടും? 60,000 ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എത്ര രൂപയാണ് 6 months കഴിഞ്ഞാൽ വാസുദേവന് കിട്ടുക? അത് നമുക്ക് നോക്കാം എത്ര കിട്ടാൻ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആഫ്റ്റർ 6 months എത്ര കിട്ടാന്നാണ്. അപ്പോൾ നമ്മളുടെ ഇവിടുത്തെ പി എത്രയാണ്? പ്രിൻസിപ്പൽ എമൗണ്ട് 60,000. പി എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ എമൗണ്ട്, അത് 60,000 ആണ്. പിന്നെ റേറ്റ് ആറ് എത്രയാണ്? 6 നമുക്ക് പറഞ്ഞിട്ടുള്ളത് 12% പെർ ആനം. 12% പെർ ആനം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈക്വൽ ടു 12/2. 12/2%. 12/2% പെർ ഹാഫ് ഇയർ. ഹാഫ് ഇയർലി ആയിട്ട് കണക്കാക്കുന്നുണ്ട്. ഹാഫ് ഇയർ 12/2% പെർ ഹാഫ് ഇയർ. 12/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6%. 6% പെർ ഹാഫ് ഇയർ. അപ്പോൾ 6 എന്ന് പറയുന്നത് 6%. ഇനി n എന്താണെന്ന് കണ്ടുപിടിക്കണം. n is equal to ആദ്യത്തെ ആഫ്റ്റർ 6 months. 6 months എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഹാഫ് ഇയർ. ഒരു മന്തിൽ 12 മാസമുള്ളതിൽ പകുതി ഹാഫ് ഇയർ. അപ്പോൾ ഹാഫ് ഇയർ തന്നെയാണ് വേണ്ടത്. അപ്പോൾ 1 ഹാഫ് ഇയർ. ഒരു ഇയർ അല്ല കഴിയേണ്ടത്, ഒരു ഹാഫ് ഇയർ ആണ് കഴിയേണ്ടത്. ആഫ്റ്റർ 6 months എന്ന് പറഞ്ഞാൽ 1 ഹാഫ് ഇയർ. 1 ഹാഫ് ഇയർ എന്ന് പറഞ്ഞാൽ 6 months. അപ്പോൾ n is equal to 1 ഹാഫ് ഇയർ. റേറ്റ് 6% പെർ ഹാഫ് ഇയർ. ഹാഫ് ഇയർലി ആയിട്ടാണ് നമ്മൾ എന്താ പറഞ്ഞാൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണക്കാക്കുന്നത്. അതുകൊണ്ട് R is equal to 6% പെർ ഹാഫ് ഇയറും n is equal to 1 ഹാഫ് ഇയർ. പി എന്ന് പറയുന്നത് നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട്. ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ 6 മാസം കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് കാണാൻ ഈ ഫോമുലയിൽ അപ്ലൈ ചെയ്യാം. P × 1 + R/100 all raised to n. P എന്ന് പറയുന്നത് 60,000. പിന്നെ 1 + R എന്ന് പറയുന്നത് 6% ആണ്. R/100 all raised to n. n എന്ന് പറയുന്നത് 1 ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. 1 ഹാഫ് ഇയർ ആണ് നമ്മളെടുത്തത്. അപ്പോൾ 60,000 ഇതിൻ്റെ LCM കാണുമ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ 100 ആണ്. ഇതിൻ്റെ ഡിനോമിനേറ്റർ 100 ആക്കണം. അപ്പോൾ നമ്മൾ 100 + 6/100 എന്ന് എഴുതും. all raised to 1. That is equal to 60,000 into 100 + 6 എന്ന് പറഞ്ഞാൽ 106/100. 106/100 all raised to 1 അല്ലേ? അപ്പോൾ അതൊരു പ്രാവശ്യം തന്നെ all raised to 1 എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം തന്നെ എഴുതുന്നുണ്ട്. all raised to 2 ആകുമ്പോഴാണ് 3 ആകുമ്പോഴാണ് നമ്മൾ 2 പ്രാവശ്യം 3 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുന്നത്. 1 എന്ന് പറയുമ്പോൾ ഒരു പ്രാവശ്യം എഴുതുന്നുണ്ട്. ഇനി എന്താ കട്ട് ചെയ്യാനുള്ളത്? ഈ 0 കട്ട് ചെയ്തു. പിന്നെ നമുക്ക് 106നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ എത്ര കിട്ടുക? 106 × 6 36 6. അപ്പോൾ എത്ര കിട്ടുക? 636 എന്നാണ് കിട്ടുക. അത് 6നെ 106 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ പിന്നെ 2 0 കൂടി ഇതിലില്ലേ? അപ്പോൾ അത് 2 0 കൂടി ഇട്ട് കൊടുക്കണം. അപ്പം നമുക്ക് എന്ത് കിട്ടി? എമൗണ്ട് കിട്ടി. ഹാഫ് ഇയർ കഴിഞ്ഞാൽ 6 months കഴിഞ്ഞാൽ 60,000 എന്തായി മാറി? 63,600 ആയി മാറി. ഹാഫ് ഇയർ കഴിയുമ്പോൾ ഈ 60,000 എന്നുള്ള എമൗണ്ട് നമുക്ക് ഇൻട്രസ്റ്റ് 12% വെച്ചിട്ട് പെർ ആനമാണ് കേട്ടോ. അപ്പോൾ 6% പെർ ഹാഫ് ഇയർ കണക്കാക്കുമ്പോൾ 6 മാസം കഴിയുമ്പോൾ നമുക്ക് ആ 60,000 രൂപ എത്രയായി മാറി? 63,600 രൂപയായി മാറി. ഇനി രണ്ടാമത് എന്താ ചോദിച്ചിട്ടുള്ളത്? 1 ഇയർ കഴിയുമ്പോൾ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്. ആഫ്റ്റർ 1 ഇയർ
ആഫ്റ്റർ 1 ഇയർ കഴിയുമ്പോൾ ഈ എമൗണ്ട് 60,000 തന്നെയാണ്. 12% പെർ ആനം തന്നെയാണ്. 1 ഇയർ കഴിയുമ്പോൾ എത്ര എമൗണ്ട് ആവും എന്നാണ് അടുത്തത് കണ്ടുപിടിക്കേണ്ടത്. അവിടെ നമുക്ക് P ഈസ് ഈക്വൽ ടു ₹60,000. പിന്നെ R ഈസ് ഈക്വൽ ടു 12% പെർ ആനം ആണ്, പെർ ആനം. അപ്പോൾ ഈക്വൽ ടു 12/2% പെർ ഹാഫ് ഇയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 6% പെർ ഹാഫ് ഇയർ. ഹാഫ് ഇയർലി തന്നെയായിട്ടാണ് ഇവിടെയും നമ്മൾ കണക്കാക്കുന്നത്. ഇനി അപ്പോൾ 6% ആണ്. ഇനി N is equal to 1 ഇയർ അല്ലേ, ഇവിടെ 6 മന്ത് അല്ലേ നമ്മൾ കാണാം. 1 ഇയർ ആണ്. N is equal to 1 ഇയർ. 1 ഇയർ എന്ന് പറഞ്ഞാൽ എത്ര ഹാഫ് ഇയർ ആയി? 2 ഹാഫ് ഇയർ. 1 ഇയർ എന്ന് പറഞ്ഞാൽ 2 ഹാഫ് ഇയർ ഉണ്ട്. അപ്പോൾ 1 × 2, അതായത് 2 ഹാഫ് ഇയർ. 1 ഇയർ എന്ന് പറഞ്ഞാൽ 2 ഹാഫ് ഇയർ. ഒരു ഇയറിൽ 2 ഹാഫ് ഇയർ ഉണ്ട്. അപ്പോൾ N is equal to ഇവിടെ 2 ആണ്, R is equal to 6 ആണ്, P is equal to 60,000 ആണ്. അത് നമുക്ക് എമൗണ്ടിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. A is equal to P into 1 plus R/100 all raised to N. That is equal to 60,000 into 1 plus 6/100 all raised to 2. N എന്ന് പറയുന്നത് 2 ആണ് ഇവിടെ. ഈക്വൽ ടു 60,000 ഇൻറ്റു, ഇവിടെ നമുക്ക് വേണമെങ്കിൽ നമ്മൾ നേരത്തെ എന്തോന്നുണ്ട് ഈ 100ഉം 6ഉം കൂടി ചെറുതാക്കാൻ എന്താണെന്ന് വെച്ചാൽ ഓൾ റൈസ് ടു 1 ഉള്ളൂ, ഒരു പ്രാവശ്യം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ 100 കട്ട് ചെയ്ത് കളയായിരുന്നു. ഇവിടെ നമുക്ക് വേണമെങ്കിൽ 6ഉം 100ഉം കൂടി ചെറുതാക്കി 2 കൊണ്ട് ചെറുതാക്കുമ്പോൾ ഇവിടെ 3 ടൈംസ്, ഇവിടെ 50 ടൈംസ് വരും. അങ്ങനെ ചെയ്യാം. 1 + 3/50 ഓൾ റൈസ് ടു 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 60,000 ഇൻറ്റു, ഇവിടെ LCM കാണുമ്പോൾ 50 + 3/50 all square equal to 6,000 into 53/50 all square, that is equal to 60,000 into 53/50 into 53/50. അപ്പോൾ നമുക്ക് ഈ 2 0 കട്ട് ചെയ്തു. ഇനി എന്താ ഉള്ളത്? ഇനി ഈ 5ഉം ഇതും കൂടി കട്ട് ചെയ്യാം. 5ഉം 60ൽ എത്ര പ്രാവശ്യം പോവും? 30ൽ 5 6 12 പ്രാവശ്യം പോവും. 12, പിന്നെ 60ൽ 5 12 പ്രാവശ്യം പോവും. പിന്നെ ഒരു 0 കൂടി ഉണ്ട്, 120 വരെ. ഈ 120നെ വീണ്ടും നമുക്ക് 5 കൊണ്ട് കട്ട് ചെയ്യാം. 5 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടുക? 120/5. 12ൽ 5 2 ടൈംസ്, 20ൽ 4 ടൈംസ്, 24 എന്ന് വരെ. അപ്പോൾ 24 വരും. അപ്പോൾ ഈ 5ഉം 120 കട്ട് ചെയ്തപ്പോൾ 24 വരും. ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളത്? മൾട്ടിപ്ലൈ ചെയ്തുള്ളത് 24 × 53 × 53. 24 × 53 × 53. അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടാം? അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 67,460 എന്ന് വരും റുപ്പീസ്. 67,460. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് 67,460. അപ്പോൾ നമ്മൾ എന്തത് കിട്ടിയത്? ഒരു വർഷം കഴിയുമ്പോൾ, ഹാഫ് ഇയർ കഴിഞ്ഞപ്പോൾ നമുക്ക് എത്ര എമൗണ്ട് കിട്ടിയത്? 63,600 കിട്ടിയത്. ഒരു വർഷം കഴിഞ്ഞപ്പോൾ എത്ര രൂപയാണ് കിട്ടിയത്? 67,460. അപ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ 60,000 നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ, ഒരു വർഷം കഴിയുമ്പോൾ നമുക്ക് 12% ഇൻട്രസ്റ്റ് ചെയ്താൽ കേട്ടോ 67,416 രൂപ കിട്ടും. അതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. ഒരു വർഷം കഴിയുമ്പോൾ എത്ര രൂപ കിട്ടുന്നു, 6 മന്ത് കഴിയുമ്പോൾ എത്ര രൂപ കിട്ടുന്നേ കണ്ടുപിടിക്കട്ടു. 6th question. Arif took a loan of 80,000 for a bank. 80,000 രൂപ ലോൺ എടുത്തു ആരിഫ് ഒരു ബാങ്കിൽ നിന്ന്. ഇഫ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് 10% per annum. 10% per annum ആണ് അവിടുത്തെ ഇൻട്രസ്റ്റ്. ഫൈൻഡ് ദ ഡിഫറൻസ് ഇൻ എമൗണ്ട് ഹി വുഡ് ബി പേയിങ് ആഫ്റ്റർ 1.5 years. 1.5 years കഴിയുമ്പോൾ എത്ര രൂപ തിരിച്ചു കൊടുക്കണം? 80,000 ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എത്ര രൂപയാണ് തിരിച്ചടക്കേണ്ടതെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇഫ് ദ ഇൻട്രസ്റ്റ് ഈസ് കോമ്പൗണ്ടഡ് ആനുവലി. ഇൻട്രസ്റ്റ് കോമ്പൗണ്ടഡ് ആനുവലി ആണ് ചെയ്യുന്നത്.
ഒന്നര വർഷത്തേക്ക് എടുത്തിട്ടുള്ളത്. ഇൻട്രസ്റ്റ് കോമ്പൗണ്ടഡ് ആനുവലി ആണെങ്കിൽ എത്ര പൈസ തിരിച്ചടയ്ക്കണം, ഇൻട്രസ്റ്റ് കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി ആണെങ്കിൽ എത്ര പൈസ തിരിച്ചടയ്ക്കണം. ഏതാ നമുക്ക് ലാഭം നോക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നര വർഷത്തേക്ക് എടുക്കുന്നത്. എമൗണ്ട് അത് തന്നെയാണ്. അത് ഹാഫ് ഇയർലി ആയിട്ട് പിന്നെ ഇൻട്രസ്റ്റ് കണക്കാക്കുമ്പോഴാണോ ആനുവലി ആയിട്ട് ഇൻട്രസ്റ്റ് കണക്കാക്കുമ്പോഴാണോ നമുക്ക് ലാഭം കിട്ടണമെന്ന് നോക്കാൻ. അപ്പോൾ ഏതിനാണ് കൂടുതൽ എമൗണ്ട് വരണേന്ന് നോക്കണം നമുക്ക്. അപ്പം ഇതിലൊരു കാര്യം എന്താ വെച്ചാൽ കോമ്പൗണ്ടഡ് ആനുവലി ആകുമ്പോൾ 1.5 ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ അവിടെ ഈ കോമ്പൗണ്ടഡ് ആനുവലി എന്ന് പറഞ്ഞാൽ ഓരോ വർഷത്തിലാണ് അവരുടെ കൺവേർഷൻ പീരീഡ്. ഒരു വർഷം കഴിയുമ്പോഴാണ് പലിശ കണക്കാക്കുക. പിന്നെ അടുത്ത വർഷം 2 വർഷം ആകുമ്പോഴാണ് അതിൻ്റെ പലിശ കണക്കാക്കുന്നത്, ഇൻട്രസ്റ്റ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ കൺവേർഷൻ പീരീഡ് 1 ഇയറാണ്. അപ്പോൾ എന്താ വെച്ചാൽ 1.5 ഇയർ എന്ന് പറയുമ്പോൾ എന്താ കോമ്പൗണ്ടഡ് ആനുവലി ഉണ്ടാവുമ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു വർഷത്തേക്ക് നമ്മൾ ആ ഫോമുല ഉപയോഗിച്ചിട്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഫോമുല ഉപയോഗിച്ചിട്ട് ചെയ്യും. പിന്നെ ഹാഫ് ഇയർ നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഫോമുല ഉപയോഗിച്ചിട്ട് ആ അവസാനം കിട്ടുന്ന എമൗണ്ട് ഇല്ലേ, ഒരു വർഷത്തേക്ക് നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഫോമുല ഉപയോഗിച്ച് ചെയ്യുമ്പോൾ അവസാനം കിട്ടുന്ന ആ എമൗണ്ട് എടുത്തിട്ട് പിന്നെ അര വർഷത്തേക്ക് നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഫോമുല വെച്ച് ചെയ്യാൻ പറ്റില്ല. സിമ്പിൾ ആ എമൗണ്ട്, ആദ്യത്തെ എമൗണ്ട് അല്ല, ആ എമൗണ്ട് എടുത്തിട്ട് സിമ്പിൾ ഇൻട്രസ്റ്റിൽ വേണം കാണാം കോമ്പൗണ്ടഡ് ആനുവലി ആകുമ്പോൾ. പക്ഷേ കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി ആകുമ്പോൾ 1.5 വർഷം എന്ന് പറയുമ്പോൾ എത്ര ഹാഫ് ഇയർ ഉണ്ടാവും, 3 ഹാഫ് ഇയർ ഉണ്ടാവും. ഒരു വർഷത്തിലേക്ക് 2 ഹാഫ് ഇയർ, പിന്നെ അരയ്ക്ക് 1 ഹാഫ് ഇയർ, 3 ഹാഫ് ഇയർ വരും. അപ്പോൾ നമുക്ക് ആ എന്നിൻ്റെ വാല്യൂ 3 എന്ന് കൊടുക്കാം. അപ്പോൾ അതിന് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഫോമുല ഉപയോഗിച്ച് നേരിട്ട് തന്നെ ചെയ്യാം നമുക്ക് ഹാഫ് ഇയർലി ആകുമ്പോൾ. ഈ 1.5 വർഷം ഹാഫ് വരുമ്പോഴാണ് ആനുവൽ. നിങ്ങളതൊരു കാര്യം ശ്രദ്ധിക്കണം, 1.5 അല്ലെങ്കിൽ 2.5 ഇയേഴ്സ് എന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ നമ്മൾ ഹാഫ് ഇയർലി ആണെങ്കിൽ 1.5 ഇയർ എന്ന് പറഞ്ഞാൽ 3 ഹാഫ് ഇയർ ഉള്ളത്, 2.5 ഇയർ എന്ന് പറഞ്ഞാൽ 5 ഹാഫ് ഇയർ ഉള്ളത്. അപ്പോൾ കുഴപ്പമില്ല. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആനുവലിയാണ് കണക്കാക്കണമെന്ന് വെച്ചാൽ ഈ ഹാഫൊക്കെ വരുമ്പോൾ എന്താ ചെയ്യണം, ഹാഫ് അല്ലെങ്കിൽ ചിലപ്പോൾ 3 മന്ത് എന്നൊക്കെ വരും. അങ്ങനെ വരുമ്പോൾ ഈ ഓൾ നമ്പർ എത്രയുള്ള വെച്ചാൽ ഇവിടെ 1 or 2 എത്രയുള്ള വെച്ചാൽ അതിന് നമ്മൾ ആ ഫോമുല വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഹാഫ് ഇയറിൻ്റെ നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഫോമുല ഉപയോഗിച്ചിട്ട് പിന്നെ കാൽക്കുലേറ്റ് ചെയ്യണം. അത്രയേ അത് ശ്രദ്ധിക്കണം എന്ന് മാത്രം. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കോമ്പൗണ്ടഡ് ആനുവലി. അപ്പോൾ നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് P is equal to 80,000. പിന്നെ R is equal to ഇൻട്രസ്റ്റ് എങ്ങനെ കണക്കാക്കുന്നത്, 10% പെർ ആനം. 10% പെർ ആനം ആണെങ്കിൽ അതിൻ്റെ പകുതി പെർ ഹാഫ് ഇയർ അല്ലേ, ഹാഫ് ഇയർലി ആയിട്ടാണ് ഇൻട്രസ്റ്റ് കണക്ക്. ഡിഫറൻസ് എമൗണ്ട് വുഡ് ബി പേയിങ് ആഫ്റ്റർ 1.5 ഇയർ. ദി ഇൻട്രസ്റ്റ് കോമ്പൗണ്ടഡ് ആനുവലി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഹാഫ് ഇയർലി ആണ് നമ്മൾ എന്ത് കണക്കാക്കണത്, ഇവിടെ ഹാഫ് ഇയർലി അല്ല, ഒന്നാമത്തെ ക്വസ്റ്റ്യത്തിന് അത് പെർ ആനം തന്നെ ചെയ്താൽ മതി. N is equal to 1 year. നമ്മൾ ഹാഫ് ഇയർലി കണക്കാക്കുമ്പോഴാണ് നമ്മൾ അതിൻ്റെ പകുതി എടുക്കട്ടോ. അതായത് ആനുവലി നമ്മൾ കണക്കാക്കണോടത്ത് P ഇത് R, ഈ ഇൻട്രസ്റ്റ് റേറ്റ് തന്നെ പെർ ആനം തന്നെ എഴുതുക. N എന്ന് പറയുന്നത് 1 ഇയറിൻ്റെയാണ് നമ്മൾ ചെയ്യുന്നത്, ഹാഫ് ഇയറിൻ്റെ നമ്മൾ പിന്നെ സിമ്പിൾ ഇൻട്രസ്റ്റ് വെച്ച് ചെയ്യും. അപ്പോൾ ഫോർമുല ഉപയോഗിച്ച് എമൗണ്ട് കാണാം. A is equal to P into 1 plus R by 100 all raised to N, that is equal to 80,000 into 1 plus R എത്രയാ 10 by 100 all raised to N എത്ര വരിക 1 all raised to 1, that is equal to 8,000 into ഇത് 10ഉം 100ഉം നമുക്ക് വെട്ടിയാൽ 1 ടൈം, ഇവിടെ 10 ടൈം. അപ്പോൾ 1 plus 1 by 10 all raised to 1, that is equal to 80,000 into ഇത് LCM എടുക്കുമ്പോൾ 10 plus 1 by 10 വരും, all raised to 1, that is equal to 80,000 into 10 plus 1 എന്ന് പറഞ്ഞാൽ 11 by 1, 11 by 10 all raised to 1 അല്ലേ. അപ്പോൾ ഒരു പ്രാവശ്യം ചെയ്യണ്ടു. ഇനി ഈക്വൽ ടു ഇത് കട്ട് ചെയ്യുമ്പോൾ എത്രയാണ് നമുക്ക് കിട്ടാം, കട്ട് ചെയ്യുമ്പോൾ ഇത് 0 ഈ 0 കട്ട് ചെയ്യും. പിന്നെ 11 into 8 എത്ര കിട്ടുക, 11 into 8, 8 into 1 എന്ന് പറഞ്ഞാൽ 88 എന്നാണ് കിട്ടുക. 8 into 11 88, പിന്നെ എത്ര 0 കൂടി ചേർക്കണം, 3 0 കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് എത്ര എമൗണ്ട് ആയി, 88,000. അതായത് 88,000 ആയി മാറി. എത്രയായി, ഒരു ഇയർ കഴിഞ്ഞപ്പോൾ 80,000 88,000 ആയി മാറി എമൗണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഒരു വർഷം 80,000 88,000 ആയി മാറി.
ഇനി 1.5 വർഷത്തിലെ കണ്ട, ഇനി ഹാഫ് ഇയറിൻ്റെ നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് കാണണം. അടുത്തത് നമുക്ക് SI ഓൺ ഈ എമൗണ്ടിനാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടത്. പിന്നെ 80,000-നല്ല. അപ്പോൾ ഇവിടുത്തെ P നമുക്ക് എത്ര കിട്ടേണ്ടത്? 88,000 ആണ്. പിന്നെ റേറ്റ് പെർ ആനമാണ്. അപ്പോൾ 5%. ഇയർ എത്രയാണ്? 1/2 ഇയർ. അപ്പോൾ നമുക്ക് SI കാണാം. SI = PRT/100. അതാണ് ഫോർമുല, PRT/100. അപ്പോൾ P എന്ന് പറഞ്ഞാൽ 88,000. റേറ്റ് പെർ ആനം 10% ആണ്. അപ്പോൾ 10/2 എന്ന് പറഞ്ഞാൽ ഇൻറ്റു 5 ഇൻറ്റു 1/100 ഈക്വൽ ടു എത്ര കിട്ടുക? 10/2 വരിക. ഈക്വൽ ടു അങ്ങനെ തന്നെ എഴുതി വയ്ക്കാം നമുക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവണ്ട. 10/2 ഇൻറ്റു 100. അപ്പോൾ എത്ര കിട്ടുക? ഇത് കട്ട് ചെയ്യുമ്പോൾ ഈ 100ൻ്റെ ഇതും ഈ 2 0ഉം കട്ട് ചെയ്തു. പിന്നെ 10ഉം 2ഉം കട്ട് ചെയ്താൽ 5. ഇനി ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ബാക്കി എന്താ ഉള്ളത്? 880 ഇൻറ്റു 5. അപ്പോൾ 0 5ഉം 8ഉം 40, റിമൈൻഡർ 4, 40 + 44. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് എത്ര കിട്ടുക? ₹4,400 ആണ് സിമ്പിൾ ഇൻട്രസ്റ്റ് കിട്ടുക. അത്രയും റുപ്പീസ്. അപ്പോൾ നമുക്ക് എമൗണ്ട് കാണണം. 1.5 വർഷം കഴിയുമ്പോഴുള്ള എമൗണ്ട് A = ഈ പ്രിൻസിപ്പൽ P + SI. പിയും SIയും കൂടി, ഇത് ഇൻട്രസ്റ്റ് മാത്രമാണ്. ഹാഫ് ഇയറിൻ്റെ ഈ എമൗണ്ടിൻ്റെ ഹാഫ് ഇയറിൽ കഴിഞ്ഞുള്ള ഇൻട്രസ്റ്റ് മാത്രം. അപ്പോൾ എമൗണ്ട് എത്രയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ 88,000 + 4,400 രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 88ഉം 44ഉം കൂടുമ്പോൾ 92,400 അല്ലേ വരിക? 92,400 ആണ് നമുക്ക് അതിൻ്റെ ആൻസർ വരിക. 92,400. അത്രയാണ് നമുക്ക് എമൗണ്ട് വരിക. എന്ത്? 1.5 വർഷം കഴിയുമ്പോഴുള്ള എമൗണ്ട്. അപ്പം നമ്മൾ എന്താ ചെയ്തത്? 1 വർഷത്തേക്ക് നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഫോർമുല ഉപയോഗിച്ച് ചെയ്തു. ഹാഫ് ഇയേഴ്സിന് നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഫോർമുല ഉപയോഗിച്ചിട്ട് SI കണ്ടു. ഈ Pയും ഈ SIയും കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 1.5 വർഷം കഴിയുമ്പോഴുള്ള എമൗണ്ട്. അപ്പോൾ 80,000 രൂപ ലോൺ എടുത്താൽ 1.5 വർഷം കഴിയുമ്പോൾ 92,400 രൂപ തിരിച്ചടയ്ക്കണം. ഏത്? കോമ്പൗണ്ടഡ് ആനുവലി ചെയ്യുമ്പോൾ. ഇനി നമ്മൾ ഇത് ഹാഫ് ഇയർലി ചെയ്യുമ്പോൾ എത്ര രൂപ തിരിച്ചടയ്ക്കണം എന്ന് കണ്ടുപിടിക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്, കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, കോമ്പൗണ്ടഡ് ആനുവലി. അപ്പോൾ ആനുവലി കാണാൻ വേണ്ടി 1.5 വർഷമൊക്കെ വരുമ്പോൾ നമ്മൾ 1 വർഷത്തെ മാത്രമേ അങ്ങനെ കാണാൻ പറ്റുള്ളൂ. ഹാഫ് ഇയറിൻ്റെ പിന്നെ സിമ്പിൾ ഇൻട്രസ്റ്റ് ഉപയോഗിച്ച് ചെയ്യണം. പക്ഷേ ഇതാകുമ്പോൾ എളുപ്പമാണ്. കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി ആകുമ്പോൾ 1.5 വർഷം എന്നുള്ളത് നമുക്ക് നേരിട്ട് ഫോർമുല ഉപയോഗിച്ച് കണക്കാക്കാം. അപ്പോൾ P 80,000, R എന്ന് പറഞ്ഞാൽ 10% പെർ ആനം. ഹാഫ് ഇയർലി ആയിട്ട് കണക്കാക്കുമ്പോൾ അത് 10/2 ആവും. അപ്പോൾ 5% പെർ ഹാഫ് ഇയർലി, ഹാഫ് ഇയർ. പിന്നെ N എത്ര വരിക? 1.5 ഇയർ. എന്ന് പറയുന്നത് 1.5 ഇയർ ആണ്. അപ്പോൾ അതിൻ്റെ ഡബിൾ എത്ര വരിക? 1.5. എത്ര ഹാഫ് ഇയർ വരും? 1.5ന് 3 ഹാഫ് ഇയർ വരും. അപ്പോൾ N 3ഉം R 5 ആണ്. അപ്പോൾ ഫോർമുലയിൽ അപ്ലൈ ചെയ്യാം. A = P × 1 + R/100 all raised to N is equal to P എന്ന് പറഞ്ഞാൽ 80,000 ഇൻറ്റു 1 + R എത്രയാണ് ഇവിടെ? R 5/100 all raised to N എത്രയാണ്? 3 ഈക്വൽ ടു, ഇത് വേണേൽ കട്ട് ചെയ്യാം. 5ഉം 100ഉം കട്ട് ചെയ്താൽ 1 ടൈം, ഇതിൽ 20 ടൈംസ്. അപ്പോൾ 80,000 ഇൻറ്റു 1 + 1/20 all raised to 3. That is equal to 80,000 ഇൻറ്റു LC എടുക്കുമ്പോൾ 20 + 1 21/20 എന്ന് വരും. all raised to 3. അത് മൾട്ടിപ്ലൈ ചെയ്യണം. ഈക്വൽ ടു 80,000 ഇൻറ്റു 21/20. 3 ടൈംസ് എഴുതണ്ടേ? 21/20 ഇൻറ്റു 21/20. അപ്പോൾ നമുക്ക് ഈ 3 0 കട്ട് ചെയ്യുമ്പോൾ ഇവിടുത്തെ 3 0 കട്ട് ചെയ്യും. പിന്നെന്താ ഉള്ളത്? 2 കൊണ്ട് 18നെ കട്ട് ചെയ്യുമ്പോൾ 40 വരും. ഈ 2 കട്ട് ചെയ്യുമ്പോൾ 40 ആവും.
പിന്നെ അടുത്ത 2 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 40 എന്താവും 20 ആവും. പിന്നെ അടുത്ത 2 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 20 എന്താവും 10 ആവും. ഇനി നമുക്ക് ചെയ്യാനുള്ളത് 10 ഇൻറ്റു 21 ഇൻറ്റു 21 ഇൻറ്റു 21, 10 ഇൻറ്റു 21 ഇൻറ്റു 21 അത്രയും നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടുക? അപ്പോൾ നമുക്ക് ഹാഫ് ഇയർലി ആയിട്ട് 1.5 ഇയറിൽ ഇപ്പോൾ ഇൻറ്റു ചെയ്യുമ്പോൾ 92,610 കിട്ടി. നേരത്തെ നമ്മൾ ആനുവലി കണക്കാക്കിയപ്പോൾ നമുക്ക് എത്ര കിട്ടിയത്? 92,400 എന്നാണ് കിട്ടിയത്. 92,400 എന്നാണ് കിട്ടിയത്. ഇപ്പോൾ എത്ര കിട്ടിയത്? 92,610. നമ്മളുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് എന്താണ് ഡിഫറൻസ്? അതല്ലേ ചോദിച്ചിട്ടുള്ളത്. ഫൈൻഡ് ദ ഡിഫറൻസ് ഇൻ എമൗണ്ട് ഹി വുഡ് ബി പേയിങ്. ഡിഫറൻസ് ഇൻ എമൗണ്ട്, രണ്ട് രീതിയിലും ഇൻട്രസ്റ്റ് കണക്കാക്കുമ്പോൾ ഡിഫറൻസ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഡിഫറൻസ് ഇൻ എമൗണ്ട് അതായത് ഹാഫ് ഇയർലി ആയിട്ട് കണക്കാക്കുമ്പോഴാണ് കൂടുതൽ പലിശ വരിക. 92,610 മൈനസ് 92,400 ഈക്വൽ ടു 610 400 മൈനസ് ചെയ്യുമ്പോൾ 210 വരും. അപ്പോൾ എമൗണ്ട് എത്ര വരിക? ഡിഫറൻസ് ഇൻ എമൗണ്ട് 210. നമ്മൾ ഹാഫ് ഇയർലി ആയിട്ട് ഇൻട്രസ്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് 210 കൂടുതൽ പൈസ ലോണിലേക്ക് അടയ്ക്കേണ്ടി വരും. മറ്റേതാവുമ്പോൾ 92,400 ആണ് അടയ്ക്കേണ്ടി വരുള്ളൂ. ഇതാവുമ്പോൾ 92,000 എത്ര വരും? 610 അടയ്ക്കേണ്ടി വരും. അപ്പോൾ ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്തപ്പോൾ ഇത്രയും കിട്ടി. അപ്പോൾ ഡിഫറൻസ് എത്രയായി? 2010 ആയി. ഡിഫറൻസ് ഇൻ എമൗണ്ട് ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. രണ്ട് രീതിയിലും ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്ര ഡിഫറൻസ് ഉണ്ട്? 210 ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഈ ഹാഫ് ഇയർലി ആയിട്ട് കണക്കാക്കുമ്പോഴാണ് കൂടുതൽ ഇൻട്രസ്റ്റ് വരുന്നത്. അപ്പോൾ ഓക്കെ ചിൽഡ്രൻ, താങ്ക് യു.